6ാം ക്ലാസ്സിലെ സാമൂഹ്യ പാഠപുസ്തകത്തിലാണ് ടിപ്പുവിൻ്റെ പടയോട്ടം ആദ്യമായി പഠിച്ചത്. 9ാം ക്ലാസ്സിൽ അത് കുറച്ചുകൂടി വിശദമായി പഠിച്ചു. BA പഠിക്കുന്ന കാലത്ത് അതിൻ്റെ മുക്കുമൂലയടക്കം കുറേ കൂടി വിശാലമായിട്ട് പഠിക്കാനുള്ള അവസരം കിട്ടി. ശ്രീധരമേനോൻ്റെ പുസ്തകത്തിൽ മൈസൂറിയൻ ഇൻ്റർലൂഡ് എന്നാണ് ആ അധ്യായത്തിൻ്റെ പേര് എന്നുകൂടി ഓർക്കും. മൈസൂരിലെ നവാബായിരുന്ന ഹൈദരാലിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ഫത്തേ അലി ടിപ്പു സുൽത്താനും കേരളത്തെ ആക്രമിച്ചു. കേരളത്തെ പൂർണ്ണമായിട്ട് ആക്രമിക്കാൻ സാധിച്ചില്ല. മലബാറിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ചു. നാട്ടുരാജാക്കന്മാർ പലരും ടിപ്പു സുൽത്താൻ വരുന്നുവെന്ന് കേട്ടപ്പോൾ തന്നെ ജീവനും കൊണ്ട് ധർമ്മരാജ്യം എന്ന് കേൾവി കേട്ട തിരുവിതാംകൂറിലേക്ക് കടന്നു കളഞ്ഞു. ഇവർ പലരും പിന്നീട് അവിടെ നിന്ന് സംബന്ധം കഴിച്ച് തിരുവിതാംകൂറുകാരായിട്ട് മാറി. ചിലരൊക്കെ നാട്ടുരാജ്യത്തേക്ക് തിരിച്ചുപോയി. ടിപ്പുവിൻ്റെ ആക്രമണം ഞങ്ങളുടെ നാടായ ആലങ്ങാട് വരെ എത്തി. അതിനപ്പുറത്തേക്ക് പുള്ളിക്ക് പോകാൻ പറ്റില്ല. കാരണം അപ്പോഴത്തേക്കും ഈ തിരുവിതാംകൂറിൻ്റെ അതിർത്തിയിൽ നെടുങ്കോട്ട എന്ന് പറഞ്ഞ ഒരു സംഭവം കെട്ടിപ്പടുക്കുകയും പിന്നെ പെരിയാറിൽ പെട്ടെന്ന് വെള്ളപ്പൊക്കം ഉണ്ടായതിനെ തുടർന്ന് ടിപ്പുവിന് തിരിച്ചു കൊണ്ടായിട്ട് വരികയും ചെയ്തു. അതിലുപരി ആ സമയത്ത് തന്നെ തിരുവിതാംകൂറിൻ്റെ സഖ്യകക്ഷിയായ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പുവിൻ്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ ആക്രമിച്ചു. അപ്പോൾ ഇവിടുത്തെ ആക്രമണം നിർത്തി അദ്ദേഹം ശ്രീരംഗപട്ടണത്തേക്ക് തിരിച്ചു പോവുകയും 3ാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ 2 മക്കളെ ബ്രിട്ടീഷുകാർ ബന്ദികളാക്കി കൊണ്ടുവച്ചു. പിന്നെ വലിയൊരു സംഖ്യ കപ്പം കൊടുത്തിട്ടാണ് ഒരു നഷ്ടപരിഹാരമായിട്ട് കൊടുത്തിട്ടാണ് ഈ കുട്ടികളെ 2 മോചിപ്പിച്ചത്. 4ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു വീരചരമം പ്രാപിച്ചത്. അപ്പോൾ ഞാൻ ടിപ്പുവിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ടിപ്പുവിൻ്റെ പടയോട്ടം എന്നുള്ളത് കേരളീയരുടെ മനസ്സിലിങ്ങനെ പച്ച പിടിച്ചേക്കുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഒരു പടയോട്ടമാണ് നമ്മുടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന മണിക്കൂറിൽ, ഈ പറയുന്ന മിനിറ്റിൽ അദ്ദേഹം നമുക്കറിയാം കേരള സർക്കാരുമായിട്ട് പല കാരണങ്ങളാൽ പിണങ്ങിയിരിക്കുകയാണ്. സർക്കാർ അദ്ദേഹത്തെ പല രീതിയിൽ ആക്ഷേപിക്കാനും അവഹേളിക്കാനും ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹവും അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനം SFIക്കാരായ ചില വീരസഖാക്കൾ തടയാൻ ശ്രമിച്ചു, കരിങ്കൊടി കാണിച്ചു. അദ്ദേഹം കാറിൽ നിന്നിറങ്ങിയപ്പോൾ അവർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരത്തുണ്ടായ അടിക്ക് കോഴിക്കോട്ട് ഒരു തിരിച്ചടി കൊടുക്കണം എന്ന് സഖാക്കൾ ആഗ്രഹിച്ചു. സഖാവ് ആർഷോയുടെ നേതൃത്വത്തിൽ വലിയൊരു സംഘം വീരസഖാക്കൾ കാലിക്കറ്റ് സർവകലാശാല വളപ്പിൽ ക്യാമ്പ് ചെയ്യുകയും ഗവർണർ വരുമ്പോൾ ഗോ ബാക്ക് വിളിക്കാൻ തയ്യാറായി നിൽക്കുകയും കരിങ്കുടികൾ ധാരാളമായിട്ട് ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ ഗവർണർ വരുന്ന ഗേറ്റിലല്ല, ഇവർ മറ്റൊരു ഗേറ്റിൽ നിന്നാണ് സമരം ചെയ്തത്. സമരം ഗംഭീരമായിരുന്നു. പക്ഷേ ഗവർണർ മെയിൻ ഗേറ്റിൽ കൂടി വന്നു. ഇവർ വേറൊരു സ്ഥലത്ത് നിന്ന് സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് തിരിച്ചുപോയി. ഗവർണർ കാലിക്കറ്റ് സർവകലാശാല വളപ്പിൽ കാലെടുത്ത് ചവിട്ടാൻ സമ്മതിക്കുകയില്ല എന്നിവർ പറഞ്ഞു. ഗവർണർ അംഗീകരിച്ചു. ഗവർണർ ചെരുപ്പിട്ട് ചവിട്ടി. യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. പിറ്റേ ദിവസം കോഴിക്കോട്ട് പോയി സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ കരിങ്കൊടി കാണിക്കില്ല, ഔദ്യോഗിക പരിപാടിക്ക് മാത്രമേ കരിങ്കൊടിയുള്ളൂ എന്ന് ആർഷോ സഖാവ് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അവിടെ സംഘർഷമൊന്നും ഉണ്ടായില്ല. ഇനി അവിടെ പോയി സംഘർഷം നടത്തിയിരുന്നെങ്കിൽ ലീഗുകാരെ എന്നിവർ ഇടിമേടിക്കുമായിരുന്നു, അത് വേറെ കാര്യം. എന്തോ ആട്ടെ, ഈ സർവകലാശാലയിൽ കെട്ടിയ ബാനർ അഴിച്ചു മാറ്റണം എന്ന് ഗവർണർ ഉത്തരവിട്ടു. പോലീസ് അഴിച്ചു മാറ്റിയില്ല, യൂണിവേഴ്സിറ്റി അഴിച്ചു മാറ്റിയില്ല. ഗവർണർ അവരെ പിടിച്ച പിടിയാലെ ഇവരെ കൊണ്ട് അഴിപ്പിച്ചു. അപ്പോൾ ആർഷോയും സംഘവും വേറെ നിരവധി ബാനറുകൾ കെട്ടി ഗവർണറെ കൊച്ചാക്കി കളയാം എന്ന് വിചാരിച്ചു. ഈ ഘട്ടത്തിൽ ഗവർണർ ഇങ്ങനെ സംഘർഷം പൂറ്റിവെക്കുന്ന സമയത്ത് സുരക്ഷയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കാറെടുത്ത് കോഴിക്കോട് നഗരത്തിലേക്ക് യാത്ര ചെയ്തു. തേഞ്ഞിപ്പളത്തു നിന്ന് നല്ല ദൂരമുണ്ട് കോഴിക്കോട് നഗരത്തിലേക്ക്. ആ നഗരത്തിലെത്തിയ അദ്ദേഹം SM സ്ട്രീറ്റിൽ പോയി അലുവ വാങ്ങിച്ചു എന്നുള്ളതാണ്. കൂടാതെ ആളുകളുടെ കൂടെ നിന്ന് സെൽഫി എടുക്കുകയും കുശലപ്രശ്നം നടത്തുകയൊക്കെ ചെയ്തു. അങ്ങനെ ഗവർണറുടെ ഈ ജൈത്ര യാത്ര അഥവാ പടയോട്ടം കോഴിക്കോട് നഗരത്തെ പ്രകമ്പരം കൊള്ളിച്ചുകൊണ്ട് മുന്നേറുന്ന സമയത്താണ് ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്ത് ഇവിടെ സംസാരിക്കുന്നത്. സത്യത്തിൽ ഞാൻ ഈ ദാവൂദ് ഇബ്രാഹിം വിഷം കഴിച്ച അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ എത്തിയത്. അപ്പോഴാണ് ഗവർണറുടെ ഈ അതിക്രമം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ദാവൂദിനെ നമ്മൾ തൽക്കാലം നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് ഗവർണർ കയറി പിടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ ഒരുപാട് ഗവർണർമാർ ഇതിനു മുമ്പുണ്ടായിട്ട്, വീരശൂര പരാക്രമികളായ ഗവർണർമാരുണ്ടായിട്ട്. രാമകൃഷ്ണ റാവുവിനെ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ച ഗവർണറുണ്ടായിട്ട്, VV ഗിരിയെപ്പോലെ മുഖ്യമന്ത്രിയെ ഗവർണറാക്കി നാട് കടത്തിയ ഗവർണർമാരുണ്ടായിട്ടുണ്ട്. വിശ്വനാഥനെ പോലെ സർക്കാരിനെ അള്ളുവച്ച ഗവർണർമാരുണ്ടായിട്ടുണ്ട്. വാഞ്ചുവിനെ പോലെ MLA മാരുടെ തല്ലുകൊണ്ട ഗവർണർമാരുണ്ടായിട്ടുണ്ട്.
ജ്യോതി വെങ്കടാചലത്തെ പോലെ വൈസ് ചാൻസലറെ സ്വന്തം നിലയ്ക്ക് നിയമിച്ച ഗവർണർമാരുണ്ടായിട്ടുണ്ട്. രാം ദുലാരി സിൻഹയെ പോലെ നിയമസഭയിൽ ചർച്ചയ്ക്ക് പാത്രീഭൂതയാകേണ്ടി വന്ന ഗവർണർമാർ വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരിഫ് ഖാനെ പോലെ ഒരു ഗവർണർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. ഇനി സമീപ ഭാവിയിലൊന്നും ഉണ്ടാകാനും സാധ്യതയില്ല. കേരളത്തിലെന്നല്ല മറ്റൊരു സംസ്ഥാനത്തും ഇത്ര ഗംഭീരനായ ഒരു ഗവർണർ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇദ്ദേഹത്തെ പോലെ ഇദ്ദേഹം മാത്രമേ. ഇതുപോലെ ഒരു സംഗതി ആരെങ്കിലും മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓർമ്മയിലുള്ളത് ഈ സിംഗൂർ നന്ദിഗ്രാം വിഷയങ്ങൾക്ക് ശേഷം അന്ന് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന ഗോപാലകൃഷ്ണ ഗാന്ധി. ഈ ഗാന്ധിക്ക് വേറൊരു സൗകര്യമുണ്ട്, അദ്ദേഹം സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ മകൻ്റെ മകനാണ്. ആ ഒരു ധാർമ്മിക അധികാരം കൂടി എടുത്തുകൊണ്ടായിരിക്കണം നന്ദിഗ്രാമിൽ പോവുകയും അവിടെ സ്കൂൾ കുട്ടികളിലൂടെ ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അന്ന് ഗവർണറുടെ നടപടിയെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ഹിന്ദു പത്ര എഡിറ്റോറിയൽ ചെയ്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇന്ത്യ വിഷനിൽ വാരാന്തി നടത്തുന്ന കാലത്താണ്. ആ ഗവർണർ അങ്ങനെ ചെയ്തു. പിന്നീട് അദ്ദേഹം ഇടതുപക്ഷക്കാരുടെ പിന്തുണയോടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചു, അത് വേറെ കാര്യം. അങ്ങനെ ഗോപാലകൃഷ്ണ ഗാന്ധി ഇങ്ങനെ നന്ദിഗ്രാമിൽ പോയി ക്രിക്കറ്റ് കളിക്കുകയും ചെയ്തു. സാക്ഷാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ കൊണ്ടൊന്നും നിർത്തിയിട്ടില്ല. ഇത്രയും സംഘർഷം മുറ്റി നിൽക്കുന്ന സമയത്ത് ഇത്ര അധികം CPMകാരുള്ള ഇടതുപക്ഷക്കാരുള്ള ഗവർണർ വിരോധികളുള്ള കോഴിക്കോട് നഗരത്തിൽ പറയത്തക്ക സുരക്ഷയൊന്നുമില്ലാതെ അദ്ദേഹത്തിനൂടെ കമാൻഡോസ് ഉണ്ട്, അത്യാവശ്യം പോലീസുകാരുണ്ട്, എങ്കിൽ പോലും അവരുടെയൊക്കെ വലയത്തിന് പുറത്ത് വളരെ സ്വതന്ത്രമായി രണ്ട് കൈ വീശി നടക്കുകയും ചിരിക്കുകയും ആളുകളോട് കുശലം പറയുകയും അവരോടൊപ്പം സെൽഫി എടുക്കുകയും മിഠായി തെരുവിൽ പോയി അലുവ വാങ്ങിക്കുകയും അതുകൂടാതെ സ്റ്റേഷനറി കടയിലും തുണിക്കടയിലൊക്കെ കയറി ആളുകളായിട്ട് കുശലപ്രശ്നം നടത്തുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് വേറൊരു വലിയ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നവകേരള സദസ്സ് എന്ന് പേരിട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെ അശ്വമേധം അഥവാ ബസ്സുമേധം ഇപ്പോൾ കൊല്ലം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. മുഖ്യൻ പോകുന്ന വഴിക്ക് വിലങ്ങനെ കാക്ക പറക്കാൻ പോലും സമ്മതിക്കുന്നില്ല. ആദ്യമധ്യാന്തം പോലീസാണ്. നിരവധി അനവധി കവചിത വാഹനങ്ങളുടെ അകമ്പടിയോടും പിന്തുണയോടും കൂടിയിട്ടാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. അദ്ദേഹത്തെ മന്ത്രിമാരെ കാണുന്നുള്ളൊരു ടെലിസ്കോപ്പ് വെച്ച് നോക്കി കാണണം, അല്ലെങ്കിൽ നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുത്ത് ഈ പന്തലിൽ കയറിയിരുന്ന് കാണണം. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും ജനങ്ങളെ പരമാവധി അകറ്റി നിർത്തുകയും കറുത്ത മാസ്ക് വച്ചവരോ അല്ലെങ്കിൽ കറുത്ത ഷർട്ട് ഇട്ടവരോ ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടവരെ പോലും അകറ്റി നിർത്തുകയും ചെയ്യുമ്പോൾ ഇവരുടെ തന്നെ ഭാഷ പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ഗവർണർ യാതൊരു കൂസലുമില്ലാതെ കോഴിക്കോട് മിഠായി തെരുവിൽ കൂടി രണ്ട് കൈയും വീശി നടന്നു പോകുന്നു എന്നുള്ളതിനേക്കാൾ വലിയ വൈരുദ്ധ്യം എന്താണ് നമ്മുടെ ജനാധിപത്യത്തിലുള്ളത്? സത്യത്തിൽ ഇപ്പോൾ ഭയപ്പെടേണ്ടത് നമ്മുടെ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാരാണ്. കെ സുരേന്ദ്രനും V മുരളീധരനും കൃഷ്ണദാസും അടക്കമുള്ള നേതാക്കന്മാർ ഭയപ്പെടണം. എന്താണ്? ഇദ്ദേഹത്തെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്നുള്ളതല്ല, അദ്ദേഹത്തെ ആരും ഉപദ്രവിക്കില്ല. ഈ ആരിഫ് ഖാൻ ഇനി ഗവർണർ സ്ഥാനം രാജിവെച്ച് കോഴിക്കോട്ടോ അല്ലെങ്കിൽ വടകരയിലോ മറ്റോ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന കാര്യം ആലോചിക്കണം. അതാത് സംസ്ഥാനത്ത് മാത്രമേ ഒരാൾക്ക് മത്സരിക്കാവുന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്ന് മത്സരിക്കാമെങ്കിൽ ആരിഫ് ഖാന് വടകരയിലും മത്സരിക്കാം. ആരിഫ് ഖാൻ മത്സരിച്ചാൽ ഇപ്പോഴത്തെ നിലയ്ക്ക് എന്തായിരിക്കും സ്ഥിതി? എന്താണ് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി? അപ്പോൾ ഇപ്പോൾ BJPയുടെ നേതാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകൾ ഇനിയിപ്പോൾ അവർ വേറെ വല്ല ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഏതായാലും ആരിഫ് ഖാൻ്റെ ഈ പടയോട്ടം സത്യത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ടത്തെ വെല്ലുന്ന ഒരു സംഭവമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഇതിനോട് തുലനം ചെയ്യാവുന്ന ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം സഖാവ് VS അച്യുതാനന്ദൻ നമ്മുടെ TP ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിച്ചാണ്. ഒഞ്ചിയത്ത് TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ VS പോയപ്പോൾ ഇതുപോലെ വലിയ ആൾക്കൂട്ടമായി 10,000-കണക്കിന് ആൾക്കാർ അവിടെ തടിച്ചുകൂടി. VS കോഴിക്കോട്ട് നിന്ന് കാറിൽ കയറിയപ്പോൾ മുതൽക്ക് TV ചാനലുകാർ അദ്ദേഹത്തെ പിന്തുടർന്നു. ഇതാ VS വരുന്നു എന്ന വാർത്ത കേട്ട് ഒഞ്ചിയത്തും ഓർക്കാട്ടേരിയിലും ആ പരിസര പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അവിടെ തടിച്ചുകൂടി. VS TPയുടെ വീട്ടിൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ അമ്മയെയും സഹധർമ്മിണിയെയും മകനെയൊക്കെ ആശ്വസിപ്പിച്ചു. പിന്നീട് VSൻ്റെ പേരിൽ നടപടി ഉണ്ടായി. VSനെ കൊണ്ട് പാർട്ടി മാപ്പ് പറയിപ്പിച്ചു. അങ്ങനെ പല സംഭവങ്ങളുണ്ടായി. എങ്കിൽ പോലും VSൻ്റെ ഒഞ്ചിയം യാത്രയാണ് ഈ ഗവർണറുടെ മിഠായി തെരുവിലൂടെയുള്ള ജൈത്രയാത്രയോട് താരതമ്യം ചെയ്യാവുന്ന ഒരു വലിയ ജനമുന്നേറ്റമായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. ഏതായാലും ഈ പ്രശ്നം ഇവിടെ കൊണ്ടൊന്നും തീരുകയില്ല എന്ന കാര്യം ഇതോടെ ഉറപ്പായി. ഇനി മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മരുമോനും മറ്റു മന്ത്രിമാരൊക്കെ ഏതേത് വാക്കുകൾ ഉപയോഗിച്ചായിരിക്കും ഗവർണറെ അപലപിക്കുക, ആക്ഷേപിക്കുക, അവഹേളിക്കുക എന്നുള്ളത്. അത് നമുക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ കണ്ടെത്താൻ കഴിയും. അല്പം കൂടി ക്ഷമിക്കുക, കാത്തിരിക്കുക.
വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.